ഭൂട്ടാൻ വഴിയുള്ള വാഹനക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള പുതിയ അപ്ഡേറ്റുകളിലേക്കാണ്. ഏറെ ചർച്ച ചെയ്ത ഒരു വിഷയം, അല്ലെങ്കിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഭൂട്ടാൻ വഴിയുള്ള വാഹനക്കടത്ത്. അതിൽ നമ്മുടെയൊക്കെ താരങ്ങൾ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട താരങ്ങളും അതേപോലെ തന്നെ വ്യവസായികളും ഒക്കെയും അതിൻ്റെ ഭാഗമായിരിക്കുന്നു. അവർക്കൊക്കെയും ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയിരിക്കുന്നു. പലരും ഇന്നലെ അമിത് ചക്കാലക്കലിനൊക്കെ ഈ ഒത്തിരി നേരം രാത്രി വൈകിയും ഒക്കെ ചോദ്യം ചെയ്യലൊക്കെ നടത്തിയിരുന്നു. അമിത് ചക്കാലക്കൽ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഡീലർ കൂടിയാണ്, വാഹന ഡീലർ കൂടിയാണ് അദ്ദേഹം തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാധ്യമങ്ങൾ അദ്ദേഹം സംസാരിച്ചതുമൊക്കെ നമ്മൾ കേട്ടതാണ്. ആദ്യം ഈ അന്വേഷണവുമായി സഹകരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് കസ്റ്റംസ് പ്രിവന്റീവ് പറഞ്ഞു. പിന്നീട് പോലീസ് എത്തി. അങ്ങനെ വലിയ രീതിയിൽ നമ്മുടെ ഇപ്പോൾ നാട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഭൂട്ടാൻ വഴിയുള്ള വാഹനക്കടത്ത്. അപ്പോൾ ഈ സംഭവത്തിൽ വിശദമായി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് കസ്റ്റംസ്. പിടിച്ചെടുത്ത വാഹനങ്ങളുടെ ഉടമകളെയും അതേപോലെ തന്നെ വാഹനം കൈമാറി ഡീലർമാരെയും ഒക്കെയും ചോദ്യം ചെയ്യും. സമൻസ് ലഭിച്ചിരിക്കുന്ന ദുൽഖർ സൽമാൻ അടക്കമുള്ളവർ കസ്റ്റംസിന് മുൻപാകെ ചോദ്യം ചെയ്യലിന് ഹാജരാവുകയും ചെയ്യും. സഹിൻ ആന്റണിയോട് ചോദിക്കും, ഇപ്പോൾ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നു എന്ന്. സഹിനെ, ഇപ്പോൾ ഇന്നലെ കസ്റ്റംസ് പ്രിവന്റീവ് കണ്ടെത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ അവർ നടത്തിയ ഈ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഒരുപാട് പേരൊക്കെ ഇതിന്റെ ഈ കണ്ണികളിൽ പെടാനുള്ള സാധ്യതയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിലടക്കം. മാത്രമല്ല പല ഇടപെടലുകളും വരുന്നു എന്ന്, കൂടുതൽ കള്ളപ്പണ ഇടപാടടക്കം സംശയിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൂടുതൽ അന്വേഷണ ഏജൻസികളൊക്കെ എത്താനുള്ള സാധ്യത എത്രത്തോളമാണ്? ഇന്ന് ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണം? ഈ താരങ്ങളൊക്കെ ഇന്ന് ഹാജരാകാനുള്ള സാധ്യതയുണ്ടോ? എന്താണ് ഈ കേസ്, ഈ അന്വേഷണം എവിടെ ചെന്ന് നിൽക്കുന്നു സഹിൻ? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ ഏജൻസികൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമാകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു വാഹനങ്ങൾ 150ഓളം വാഹനങ്ങളാണ് കേരളത്തിലേക്കും മറ്റു ഇടങ്ങളിലേക്കുമായി എത്തിയിരിക്കുന്നതെന്നാണ് കസ്റ്റംസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ ഈ കേസിൻ്റെ കണ്ണികളാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. നിലവിൽ 36 വാഹനങ്ങളാണ് സംസ്ഥാനത്ത് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ഉടമകളുടെ കസ്റ്റഡിയിൽ തന്നെ, സേഫ് കസ്റ്റഡി എന്ന് പറയും, അങ്ങനെ ഉടമകളുടെ കസ്റ്റഡിയിൽ തന്നെ ഒട്ടനവധി വാഹനങ്ങൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ചില വാഹനങ്ങൾ ഇവിടെ കസ്റ്റംസ് പിടിച്ച് ഇവിടെ തന്നെ എത്തിച്ചിട്ടുണ്ട്. ദുൽഖർ സൽമാൻ്റെയും അമിത് ചക്കാലക്കലിൻ്റെയും അടക്കമുള്ള വാഹനങ്ങൾ നമുക്ക് തൊട്ട് പിന്നിലായി കാണാൻ കഴിയുന്ന ആ കിടക്കുന്ന വാഹനങ്ങളെല്ലാം തന്നെ ദുൽഖർ സൽമാൻ്റെയും അമിത് ചക്കാലക്കലിൻ്റെയും പക്കൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള വാഹനങ്ങളാണ്. അമിത് ചക്കാലക്കലിൻ്റെ 7 കാറുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ദുൽഖർ സൽമാൻ്റെ നിലവിൽ 2 കാറുകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. മറ്റ് 2 കാറുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അതിൻ്റെ രേഖകൾ ഹാജരാക്കാൻ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ദുൽഖർ സൽമാനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ദുൽഖർ സൽമാന് ഇത് സംബന്ധിച്ചുള്ള സമൻസ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ നൽകി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു കണക്ക് തന്നെ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പള്ളൂരുത്തി, കോട്ടയം, കുമാരനെല്ലൂർ, നീണ്ടൂർ, കടവന്ത്ര, ഒപ്പം തന്നെ അങ്കമാലി, ഇവിടെ തിരുവനന്തപുരം, പേരൂർക്കട, കൊല്ലം, ചവറ സ്വദേശികൾ, അങ്ങനെ നിരവധി ആളുകൾ ഈ കേസിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവരിൽ നിന്നെല്ലാം പിടിച്ചെടുത്തിരിക്കുന്നത് പ്രാഡോയാണ്. കൂടാതെ നിസാൻ പെട്രോൾ തുടങ്ങിയ വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. വിപണിയിൽ 1 കോടിയിലധികം രൂപ വില വരുന്ന പല വാഹനങ്ങളും ഇവർക്ക് ലഭിച്ചിരുന്നത് 40-50 ലക്ഷം രൂപയ്ക്കാണ്. ഇതിൽ ഏറ്റവും കൗതുകരമെന്ന് പറയട്ടെ, ഈ വാഹനങ്ങളെല്ലാം ഭൂട്ടാനിൽ നിന്ന് വിൽപ്പന നടത്തിയിരിക്കുന്നത് 1 ലക്ഷത്തിനും 5 ലക്ഷത്തിനും രൂപയ്ക്കും മധ്യയാണ്. 1 ലക്ഷം രൂപയ്ക്ക് അവിടെ നിന്ന് വിൽപ്പന നടത്തിയ പ്രാഡോ വാഹനം ഇവിടെ വാങ്ങിയിരിക്കുന്നത് 40 ലക്ഷം രൂപയ്ക്കാണ്. അതായത് 39 ലക്ഷം രൂപയോളം കൂടുതലാണ് ഈ വാഹനത്തിന് വാങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, ഇതെല്ലാം നികുതി വെട്ടിച്ചുകൊണ്ടാണ് ഈ വാഹനം ഈ നാട്ടിലേക്ക് കടത്തിയിരിക്കുന്നത്. മറ്റൊന്ന് വിവിധ ഏജൻസികളുടെ വിഭാഗം നടത്തിയതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണെങ്കിലേ കൂടുതൽ താരങ്ങളും അല്ലെങ്കിൽ കൂടുതൽ വ്യവസായികളും ഒക്കെ ഇതിൽ പ്രതികളാകാൻ, അല്ലെങ്കിൽ കൂടുതൽ അന്വേഷണമൊക്കെ വരാനുള്ള സാധ്യതയുണ്ടോ? അല്ല, കൂടുതൽ താരങ്ങളിലേക്ക് ഈ അന്വേഷണം പോകില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ 2 പേരിലേക്ക് ഇത് ഒതുങ്ങാനുള്ള സാധ്യതയാണുള്ളത്. കാരണം ഇവരാണ് ഈ വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ 2 പേരിലേക്കും ഇപ്പോൾ നിലവിൽ ഇത്രയും പ്രതികളെയാണ് കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും ആളുകളാണ് ഈ വാഹനങ്ങൾ വാങ്ങിയിരിക്കുന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. ഇവരെ ഇനി പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന വാഹനങ്ങൾ വെറുതെ പിഴയടപ്പിച്ച് തിരിച്ചു കൊടുക്കാനുള്ളൊരു സാഹചര്യം നന്നേ കുറവാണ്. പകരം ഇത് സംബന്ധിച്ച് കൂടുതൽ രേഖകൾ ഇവർ ഹാജരാക്കേണ്ടതായി വരും. നിലവിൽ പല ആളുകളും ഈ പരിവാഹൻ സൈറ്റിൽ പോലും കൃത്രിമം കാണിച്ചാണ് ഈ വാഹനം, അതായത് 2038 വരെയുള്ള ഫിറ്റ്നസ് ഒക്കെ പല വാഹനങ്ങൾക്കും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 2025 ആയിട്ടുള്ളൂ, ഇനിയും 13 വർഷത്തെ ഫിറ്റ്നസ് പല വാഹനങ്ങൾക്കും നേടി. അതായത് പരിവാഹൻ സൈറ്റിൽ പോലും കൃത്രിമത്വം ഇവർ നടത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, US എംബസിയുടെയും
മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൻ്റെയും ഒപ്പം തന്നെ നമ്മുടെ ആർമിയുടെയും ഇന്ത്യൻ ആർമിയുടെയും എല്ലാം പേരിൽ വ്യാജരേഖകൾ ഇവർ കെട്ടിച്ചമച്ചു എന്നുള്ളതും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിലേക്കൊക്കെയാണ് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേതു നേരത്തെ പറഞ്ഞ പോലെ മറ്റ് ഏജൻസികളും ഇതിൻ്റെ ഭാഗമായുള്ള സാധ്യതയുണ്ട്. ഓക്കെ സൈനെ, ശരി ഓക്കെ. അപ്പോൾ ഭൂട്ടാൻ വഴിയുള്ള വാഹനക്കടത്തിൽ അതിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ഒരുങ്ങുകയാണ് കസ്റ്റംസ് പ്രിവൻറ്റീവ്. വിശദാംശങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് വളരെ വിശദമായി തന്നെ എത്തിക്കുകയായിരുന്നു നമ്മുടെ സഹിൻ ആന്റണി.